കയ്യൊപ്പ്. കവിയും ഗാനരചയിതാവുമായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമായി ഗായകൻ ശ്രീ വി ടി മുരളി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. പലപ്പോഴും നമ്മളെ ആർട്ടിസ്റ്റുകൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം ഇതാണ്. അവരെ തൊഴിൽ മാത്രമാവുമ്പോൾ അവര് അതിൽ മാത്രം ഇതിനൊരു ലോകം മുഴുവൻ അവർക്ക് ഇതിനൊരു വലിയൊരു ലോകം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മുരളിക്ക് ഇതൊക്കെ മനസ്സിലാവും, കാരണം അച്ഛൻ്റെയും അല്ലെങ്കിൽ അപ്പൊ തീർച്ചയായും എനിക്ക് ഇതെല്ലാം പറയുമ്പോൾ എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഉറൂബും പൊറ്റക്കാടിനും ഒക്കെ ഞാൻ കാണുന്നത് വീട്ടിൽ നിന്നാണ്. അതാണ് അതിന്റെ ഒരു വലിപ്പം അപ്പൊ നമ്മളെ കുട്ടികൾക്ക് ഇപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നും ഞാൻ ആലോചിക്കുന്നു. അത് അഴീക്കോട് മാഷ് ഒരിക്കലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അക്കാലത്ത് അതിൽ ഉറൂബും കേശവദേവും പൊറ്റക്കാടും വേലപ്പള്ളിയും എല്ലാം ഉള്ള ഒരു സാഹിത്യ അക്കാദമി ഉണ്ടല്ലോ. ആ സമയത്ത് ഇവർ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രക്ഷിതാക്കളും കുട്ടികളെയും കൂടിയിട്ട് അവിടെ നിൽക്കുവായിരുന്നേ, ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഇത് സത്യമാണത്. കാരണം വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരാളെ എത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരെയും കണ്ടത്. സുധാരി ടീച്ചറിനൊക്കെ എനിക്ക് ചേച്ചി പോലെയാണ്. അന്നും അത് ഇന്നും അതെ. ഈ നാടകത്തിന്റെ കളരിയിലാണ് അരവിന്ദനാണ് കടമ്പയൊക്കെ സംവിധാനം ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അങ്ങനെ സിനിമയെ പറ്റിയുള്ള ഡിസ്കഷൻ ഉണ്ടാവും. അക്കാലത്ത് ഭരതേട്ടൻ അവിടെ വരും, പപ്പേട്ടൻ വരും, അങ്ങനെ വലിയ ആൾക്കാരൊക്കെ വരും അവിടെ. നാടകം എന്ന് പറഞ്ഞാൽ വെറും നാടകം മാത്രമല്ല, ഡ്രൈ അല്ല, കവിതയും എല്ലാം ഉണ്ട്. കവിയരങ്ങ്, ചൊൽക്കാഴ്ച ഒക്കെ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യും അവിടുന്ന്. മുരളി ഉണ്ടായിരുന്നു. മുരളി പിന്നെയാണ് വരുന്നത്. മുരളി പ്രസാദ് സാറിന്റെ ടീമാണ്. ഇതിന്റെ ഇടയിൽ ആണ് എന്നോട് വേണുവാണ് പ്രസാദ് സാറിനെ പരിചയപ്പെടുത്തുന്നത്, നരേന്ദ്രപ്രസാദ്. അതെ. അന്ന് മുരളിയൊക്കെ പറയാം, നിങ്ങൾ ഈ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് തടിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മളൊന്ന് അടുക്കൊക്കെ വരില്ല, ദൂരെ നിൽക്കുകയുള്ളൂ. മത്സരമൊക്കെ കാണുമ്പോൾ അയ്യോ ബുദ്ധിജീവികൾ നീർച്ച വീണ് മാറി നിൽക്കുന്നു. എന്നിട്ട് പ്രസാദ് സാറിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുകയും പ്രസാദ് സാറിൻ്റെ നാടകങ്ങളിൽ സൗവർണികയുടെ ആദ്യം തന്നെ ഞാനുണ്ട്. പരമശ മാഷാണ് അതിനകത്ത് ഡാൻസ്, പക്ഷേ ഇവർക്ക് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്, മുരളിക്കും ഇവർക്കൊക്കെ. അപ്പോൾ ഒരു ദിവസം മാഷ് വന്നിട്ട്, ഓ അപ്പോൾ നീ ഇതും തുടങ്ങിയില്ലേ, തെയ്യത്തിന്റെ താളം കിടക്കില്ലുണ്ട്. എനിക്കൊന്നും അല്ല. പിന്നെ മാഷെടുത്ത് ഞാൻ അറിയണ്ടല്ലോ, മാഷെടുത്ത് ഉണ്ടല്ലോ, അതുപോലെ മാഷ് പഠിപ്പിക്കുന്നതൊക്കെയാണ്. തെയ്യത്തിന്റെ പിന്നെ പെരുങ്കളിയാട്ടങ്ങളിലെല്ലാം സ്ഥലമല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ മാഷുടെ ഒരു പഠിപ്പിക്കൽ പറഞ്ഞാൽ മാഷുടെ ഈ തിസ്രം മിശ്രം ഖണ്ഡം ഇതില്ലേ, അതില്ലേ ചതുശ്രം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ മാഷുടെ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ക്ലീനായിട്ട് മനസ്സിലാകുന്നത്. ഏത് കേട്ടാൽ അതെന്താ അറിയോ, എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോൾ സംഗീതം ഇങ്ങനെ ഒരു ഔപചാരികമായി അഭ്യസിച്ചിട്ടുള്ള ഒരാളെന്നുള്ളതൊക്കെ പറയാം. നമുക്ക് പലപ്പോഴും ഇതിന്റെ പ്രയോഗങ്ങളിൽ നമ്മൾ അറിയുന്നില്ലല്ലോ. 35 താള പട്ടിക അല്ലെങ്കിൽ സപ്തതാള അലങ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ഇതിന്റെ പ്രയോഗം കിട്ടില്ല. പ്രയോഗം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രയോഗിച്ച് തന്നെ വേണം. തക്കിട്ട 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 എന്നൊക്കെ മാഷ് ഇങ്ങനെ, പിന്നെ അതിന്റെ വിന്യാസങ്ങൾ മാഷ് ചെയ്യുക, തക്കിട്ട തകതിമി തകതകിടയൊക്കെ മാഷ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, താള വിന്യാസങ്ങൾ. ഇതൊക്കെ ഭയങ്കര അനുഭവങ്ങളായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പദാവലി രൂപപ്പെട്ടു വരുന്നതില്ലേ, നമ്മൾ ഈ തോറ്റംപാട്ടുകളുടെയൊക്കെ ഒരു തീർച്ചയായിട്ടും അതിന്റെ കുറെ വാക്കുകളിൽ ഉപയോഗിച്ച് നമുക്ക് എല്ലാവരുണ്ട്. അത് സംശയമില്ല. നമ്മുടെ നാട്ടിന്റെ ഒരു ഇത് പറഞ്ഞാൽ അത് ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ്. തോറ്റവും കോതാമരിപ്പാട്ട് ഒക്കെ പറയുന്നത് കുറേ പാട്ടുകളില്ലേ, അവരൊക്കെ വലിയ ആരാധന എന്നോട്. ഈ തീച്ചാമുണ്ടിയൊക്കെ നമ്മൾ ഇതിനകത്ത് പാടിയെന്ന് സിനിമയില് കളിയാട്ടത്തിന്റെ ടൈറ്റിൽ അതാണ് ശരിക്കും. ദൂരത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാർ വരുന്നതും ഈ തെയ്യങ്ങളിങ്ങനെ പോകുന്നതും ഒക്കെ ഇട്ട് ഏഴിമലയോളം മേലേക്ക്, അങ്ങനെ ആ ഒരു സ്വാധീനം നമ്മളെ ഈ വധസമ്പത്തിനും നമ്മൾ സാധാരണ ഔപചാരികമായി ഭാഷാ പഠനത്തിൽ വരാത്ത കുറെ പദങ്ങളാണല്ലോ ഈ ഫോക്ലോർ എന്ന് വരുന്നത്. ആ കിട്ടുന്ന പദങ്ങളൊക്കെ നമ്മളെ പാട്ടുകളിൽ പലയിടങ്ങളിലായി ഇങ്ങനെ ചെതറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മേലേരി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇപ്പൊ ഓണത്താറ് നമുക്കേ അറിയുള്ളൂ, തെക്കോട്ട് അറിയില്ല. അതുപോലെ മേലേരി ആർക്കറിയാം. അപ്പൊ അതുപോലുള്ള പദങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പിന്നെ ഈ നാടകം, കവിത, പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ഒക്കെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. രാഘവ മാസ്റ്റർ ട്യൂൺ ചെയ്തിട്ട് അങ്ങയുടെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതെങ്ങനെയത്? കിഴകിഴക്കേ മുടിയേറ്റ് മാമല വാരം തെക്ക് തെക്കേ പന്തമെടുത്ത് കൈക്കോറ് പടി പടിഞ്ഞാറേ
പടിയിറങ്ങി തനാനന്ന് താരേരന്തരെ താരേരീര താനാനേ തന്നാനേ താ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തോറ്റം പാട്ടേറ്റോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അതെ വരികൾ പെട്ടെന്ന് ഓർക്കാൻ പറ്റില്ല. അത് നിറയെയും ഈ തോറ്റം പാട്ടിലായിട്ടുള്ള പദങ്ങളാണ്. കൈക്കോറ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ മലയാളത്തിലെ സാധാരണ ഭാഷ ഇതിൽ കാണുന്ന പദങ്ങളല്ലല്ലോ. അപ്പം അത് ഈ ഒരു സംസ്കൃത പഠനമുണ്ട്, തീർച്ചയായിട്ടും. ഒപ്പം ഈ പ്രദേശത്തിൻ്റെതായ ഒരു ഭാഷ പിന്നെ അത് ഞാൻ വിട്ടിട്ടേ ഇല്ല. അതും ഇതിനകത്ത് മിക്സ് ആവുന്നുണ്ട്. നമ്മൾ പണിക്കർ സാറാണ് കാവാലാണ് എന്നെ കൈതപ്പുറം എന്നുള്ള പേരിടാൻ പറഞ്ഞത്. നിങ്ങളെ നാടിൻ്റെ ഇതാണ് വേണ്ടത് അദ്ദേഹത്തിന് കാവാലെന്നാണല്ലോ. അതെ, അതുകൊണ്ട് കൈതപ്പുറം ഇട്ടാൻ പറഞ്ഞു. അങ്ങനെ കൈതപ്പുറം എന്ന് പേരാക്കിയത് പണിക്കർ സാറാണ്. അതെ. ഇനി വേറൊരു സംഭവം, ജീവിതത്തിൻ്റെ പച്ച ജീവിതത്തിൻ്റെ സംഭവമുണ്ട്. ഇത് ഒരു സ്വപ്ന ലോകമാണ്. അവിടുന്ന് ഞാൻ അമ്പലത്തിൽ ശാന്തി വയ്ക്കുന്ന കാലത്ത് ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നം, അച്ഛൻ മരിച്ചുപോയി ആ സമയത്ത്. അതുവരെ അച്ഛൻ്റെ സ്കൂളിൽ പോകുന്ന, അച്ഛൻ പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിലും രോഗത്തോടിട്ടാണെങ്കിൽ സ്കൂളിൽ പോകും. പോയിട്ട് വരുമ്പോൾ ശമ്പളം കുറച്ച് കിട്ടും. അത് വെച്ചിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ലാണ്ട്. അനിയന് ജോലി കിട്ടി, സ്കൂൾ മാഷായി. പക്ഷെ അന്ന് എൻ്റെ പ്രണയത്തിൻ്റെ ശരിക്കുള്ള പരാജയം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. ഞാനപ്പോൾ എനിക്ക് കത്തൊക്കെ കേൾക്കാറുണ്ട്. അവിടെ ഉള്ള സമയത്ത് ഒരു ദിവസം വേണു പണിക്കർ സാധനം കുടിക്കാൻ നടന്നു വരുന്നുണ്ട്. ഞാൻ ശാന്തിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് മുള്ളിപ്പാട്ട പാടിക്കൊണ്ട് ശാസ്ത്രത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ വേണു എന്നെ വിളിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, താൻ വിഷമിക്കൊന്നും ചെയ്യരുത്, എന്ത് പറയാൻ കാര്യം എന്താണ്? അല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, വീട്ടിൽ തിരി പറയാം. എന്നിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇയാളോട് പറഞ്ഞു, ഇല്ല ഇങ്ങനെ ആ കുട്ടി വേറൊരു വിവാഹത്തെ സമ്മതിച്ചു. ശരി, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല, തമാശ പറയരുത്. ഇയാളെ എപ്പോഴും വർത്താനം തമാശ പറയില്ല. അതല്ല, പണിക്കർ സാറും കൂടി അറിയാം. അപ്പോഴേക്കും എനിക്ക് വിശ്വാസമായി. പണിക്കർ സാറും കൂടി എന്നോട് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോഴേക്കും ഞാൻ സ്തബ്ധനായി പോയി. പിന്നെ വേണു എൻ്റെ പിന്നാലെ നടക്കുക, ഒന്ന് കരയിതാൻ. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയായി പോയി. അപ്പോഴാണ് എനിക്ക് ഇതുകൊണ്ടൊന്നും മനുഷ്യരാരും അറിയില്ല, ഈ കളി കൊണ്ടൊന്നും ഈ ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നു. നാട്ടിൽ പോയിട്ട് കൃഷി വന്നതെന്ന് ചെയ്യാമല്ലോ, ചെറിയൊരു സ്ഥലങ്ങളിലും അമ്മയുണ്ട്, അമ്മയുടെ കൂടെ ഇരിക്കാം, ഞാൻ പോകും എന്ന് പറഞ്ഞു ഉറപ്പിച്ചു. അപ്പോഴാണ് ഇ.സി. തോമസും വേണു കൂടിയിട്ട് അരവിന്ദനെ കാണാൻ പോകുന്നത്. എന്താണ് ചെയ്യേണ്ടത് ഇയാളുടെ കാര്യത്തിൽ? അങ്ങനെ ആലോചനയിൽ ആ സമയത്താണ് മാതൃഭൂമിയുടെ തിരുവനന്തപുരം യൂണിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അരവിന്ദൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അരവിന്ദൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, പണിക്കർ സാറിന് വിശ്വാസമാണ്. അപ്പോൾ ഇവർ തമ്മിൽ കളിയാക്കും ചിലപ്പം. അങ്ങനെ വേണു അപ്പോഴേക്ക് സിനിമയിൽ വന്ന് പൊന്തി തുടങ്ങി, തകരയൊക്കെ വന്നു. അങ്ങനെ അവരെല്ലാവരും കുറേശ്ശെ പൊന്തി തുടങ്ങി. അപ്പം ഞാനിവിടെ തന്നെ ഇരിക്കുകയല്ലേ, എനിക്കൊന്നുമില്ല, ഇനി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ. എനിക്ക് ഇവിടെ ശാന്തിരിക്കുന്ന ഞാൻ അവിടെ സ്വന്തം അമ്പലത്തിൽ കഴിച്ചൂടെ? നിങ്ങൾ നിൽക്ക് ഒക്കെ പറഞ്ഞിട്ട് വേണുവും ഇ.സിയും കൂടി വി.ആർ. ഗോവിന്ദനുണ്ണി എന്ന പത്രപ്രവർത്തകനുണ്ട്. ഗോവിന്ദനുണ്ണി അവിടെ ഇവരുടെ കമ്പനിയിൽ വരും. ഗോവിന്ദനുണ്ണിയോട് പറഞ്ഞു, മാതൃഭൂമിയിൽ എന്തെങ്കിലും അവസരമുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ ആ സമയത്ത് പരിചയപ്പെട്ടു. അപ്പോൾ പ്രസാദ് സാറും ഗോവിന്ദനുണ്ണിയുടെ നല്ല ബന്ധമാണ്. പിന്നെ ഇവിടുത്തെ വേണുക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമാണ് ന്യൂസ് എഡിറ്റർ. അപ്പോൾ അതിനെന്താണ് ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അവർ എം എ തന്നെയാണ്. അന്നേണ്ട് എം എ ഒക്കെ, എനിക്കില്ല അതൊന്നുമില്ല. അപ്പോൾ ഇല്ല, അത് സാറില്ല, ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് പാസ്സാവണം നമുക്ക് കയറ്റാമെന്നാണ് ഗോവിന്ദനുണ്ണി. അങ്ങനെ ടെസ്റ്റിന് തയ്യാറായി. ടെസ്റ്റിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കണം. അന്ന് ഈ കൊച്ചുനാരായണെന്ന് കഥാകൃത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്ന കാല കൊച്ചുവേട്ടൻ എനിക്ക് പുസ്തകം കൊണ്ടെത്തുന്നു. അങ്ങനെ കൊച്ചുവേട്ടൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞത്. പഠിച്ചു. പിന്നെ സംസ്കൃതം ഇതൊക്കെ വേണം, അവർ കുറേ പദങ്ങളൊക്കെ തന്നു. അതൊക്കെ ഞാൻ തെറ്റുകൂടാതെ ഞാൻ എഴുതി. വലിയ ഇതൊന്നും ആയിരുന്നില്ല. പിന്നെ ചില തെറ്റിതിരുത്തൽ, അങ്ങനെയുള്ള ഓറൽ കാര്യങ്ങൾ സംസാരിക്കാതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അരവിന്ദൻ കൊണ്ട് ഒരു കത്ത് എഴുതിച്ചു. ഇവരൊക്കെ സഹായം കൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ എനിക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മാതൃഭൂമി ജോലി കിട്ടുന്നത്. മാതൃഭൂമി ജോലി കിട്ടുമ്പോഴേക്ക് വലിയ ബന്ധങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം കച്ചേരികൾ പാടുകയും കേൾക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു അടിത്തറ തിരുവനന്തപുരത്താണ് ഉണ്ടായത്. ആകാശവാണിയായിട്ടുള്ള ബന്ധം, വലിയ വലിയ ആൾക്കാരായിട്ട് ഉള്ള ബന്ധങ്ങൾ എല്ലാം അവിടെ നിന്നാണ്. നാടകമായിട്ടുള്ള ബന്ധം. താങ്കളുടെ ജീവിതത്തിലെ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാലമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് വെച്ചാൽ, ഒരു സവർണ അങ്ങനെയുള്ളൊരു വിഭാഗത്തിൽ ജനിക്കുകയും വളരുകയൊക്കെ ചെയ്താണെങ്കിൽ പോലും ഈ ഒരു വിശപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അന്തർധാരയായിട്ട് ഇങ്ങനെ ഇന്ന് കുട്ടികൾക്ക് കിട്ടാത്തൊരു സാധനമല്ലേ, സംശയമുണ്ടോ? വിശപ്പ് അതിങ്ങനെ അനുഭവിച്ചിട്ടില്ല. അതെ. അപ്പോൾ ഈ പടച്ചോറ് തിന്നാൻ പോകേണ്ടി വരിക എന്നൊക്കെ പറയുന്ന എല്ലാ അനുഭവങ്ങളെക്കാട്ടും വലുതാണല്ലോ. അമ്പലം ചോർന്നൊലിക്കുന്ന അമ്പലമായിരുന്നു. അതെ. മുരളി അമ്പലത്തിൽ ചോർച്ചയുടെ കാലത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് കിടപ്പ്, തലശ്ശേരി. ഇത് പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ എന്ന് വെച്ചാൽ, ഈ പവനൻ്റെ ഒരു പുസ്തകമുണ്ട്, അനുഭവങ്ങളുടെ സംഗീതം. അതിൽ പവനൻ സാഹിത്യ അക്കാദമി സെക്രട്ടറിയും അങ്ങനെയൊക്കെ വലിയ ആളല്ലേ.
അദ്ദേഹം മദ്രാശി റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർ ജോലി എടുത്തിട്ടുണ്ട്. ഇപ്പം കൈതപ്രം ദാമോദരൻ നമ്പൂരി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരാളുടെ കാണുമ്പോൾ ഈ എത്രയോ വിശപ്പ് സഹിച്ച് വന്ന ഒരാളാണ് എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മക്കൾക്ക് പോലും ചിലപ്പോൾ മനസ്സിലാവില്ലല്ലോ. അവർ ഉന്നതനായ ഒരു വ്യക്തിയല്ലേ കാണുന്നുള്ളൂ. ഇല്ല, ഞാനൊരു പടത്തിൽ കടലും കടങ്ങളും താണ്ടി ഞാൻ എഴുതിയപ്പോൾ എന്നോട് മരിച്ചുപോയ റസാഖ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഞങ്ങളൊക്കെ എങ്ങനെ വായിക്കുന്നത് കരഞ്ഞു പോലെ. അതെ അതെ, കടലും കടങ്ങളും താണ്ടി ഇതാണ്. അതെ അതെ, കടപ്പാടുകളും ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ, കടങ്ങളും കടപ്പാടുകളും ഇതൊക്കെ എൻ്റെ എഴുത്തിൽ വന്നിട്ടുണ്ട്. എല്ലാം പറയാൻ പറ്റില്ല. അതെ, അനുഭവം. അതെ, അങ്ങനെ സ്ഫുടം ചെയ്ത് അനുഭവിക്കാതെ വേറെ ആർക്കും എന്ത് ചെയ്യാൻ. മുരളി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഈ ജാതി മതം. അതെ, അങ്ങനെ ഒരു സംഭവം ഈ ലോകത്തിലില്ല എൻ്റെ അഭിപ്രായത്തിൽ. ഞാനത് അനുഭവത്തിൽ പഠിച്ചതാണ്. ഈസി തോമസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനില്ലായിരുന്നു എൻ്റെ കുടുംബം ഭക്ഷണം കഴിക്കില്ല. എൻ്റെ പിന്നാലെ ഇപ്പോഴും ഉണ്ട് ഈസി. എപ്പോഴും ഈസി എന്നെ വിളിക്കും. അസുഖമായപ്പോൾ നേരെ ആദ്യം വരുന്ന വിദേശി അയാളത്. അതുപോലെ എന്നെ ഫാസിലിന് പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആള് ഈസി തോമസാണ്. രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് സത്യനന്ദിക്കാടനും ശ്രീനിവാസനും എൻ്റെ പാട്ട് പരിചയപ്പെടുത്തുന്നത് ഈസിയാണ്. അവിടെ എന്ത് ജാതി എന്ത് ജാതിയാണ് ആള് തന്നില് ഈ ബ്രാഹ്മണൻ ഭക്ഷണം കഴിക്കില്ല. എനിക്ക് ഒരിക്കലും ഇല്ല, എനിക്കങ്ങനെ ശങ്കയില്ല. അതുപോലെ കടമ്പനിട്ട ഇവരൊക്കെ ഇല്ലേ, ഞങ്ങളെല്ലാം ഒരേ തട്ടുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരും ഒരേ പായയിൽ കിടക്കുന്ന ആൾക്കാരാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഇതൊരു ഓഡിയോ ഇതായതുകൊണ്ട് പുറത്തുള്ളതൊക്കെ കാണാൻ പറ്റില്ല ഒരു കാര്യമാണല്ലോ. പക്ഷെ അത് എപ്പോഴും ഞാൻ ആലോചിക്കുന്ന നിങ്ങളുടെ രൂപവും പെരുമാറ്റ രീതികളിലും ഒക്കെ ഒരു ശാന്തിയുണ്ട്. ശാന്തിക്കാരൻ എന്നുള്ള വാക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഈ ശാന്തി എന്നുള്ള വാക്ക് പോലും അങ്ങനെയായിരിക്കും. ഒരു ശാന്തി ഉടനീളം കളിയാടുന്നുണ്ട്. എന്റെ ശാന്തി എന്ന് പറഞ്ഞ കവിതയിലുണ്ട്. ഒന്ന് ഞാനിപ്പോ അനുഭവിച്ചതിന് അപ്പുറത്ത് ആരും ഒന്നും എന്നെ ചെയ്യില്ല. അതാണ് എന്റെ ധൈര്യം. സിനിമയിൽ അതുപോലെ ഞാൻ ഒരാളോട് അവസരം ചോദിക്കുകയോ പിന്നാലെ നടക്കുകയോ ഒന്നും ചെയ്തിട്ടേ ഇല്ല. എനിക്ക് നല്ല ധൈര്യമുണ്ട്. നീ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ലടാ, ഒന്നും ചോദിക്കില്ല, പറയില്ല, ദേഷ്യപ്പെട്ടാലും പറയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് എനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുമില്ല. ഒരാൾ എന്നെ ചെക്ക് തന്ന് പറ്റിക്കുക, പണം തരാതിരിക്കുക. ചിലപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് പണം വാങ്ങാറുണ്ടാവും, വാങ്ങാനുണ്ടാവും. പക്ഷെ ഇവനെ പറ്റിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളും എന്നെ പറ്റിച്ചിട്ടില്ല. നല്ല അനുഭവങ്ങളാണ് സിനിമയിൽ. പിന്നെ ജാതിയും മതമൊന്നും എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ടും അങ്ങനെ പെരുമാറിയിട്ടില്ല, ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല. അല്ല, ഒരു സെക്കുലറായി. പിന്നെ മുസ്ലിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ ഞാനാണ്, ഹിന്ദു. അതൊക്കെ അഭിമാനപൂർവ്വം ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ ഹിന്ദു തിരുവിതാംകൂർ മഹാരാജാവായാലും അവരും എന്നെ സ്നേഹിക്കുന്നു. ഒരു സാധാരണ മുസ്ലിം സ്ത്രീ എന്നെ സ്നേഹിക്കുന്നു. കലയുടെ മഹത്വം ഉണ്ട് അതിനകത്ത്, നമ്മുടെ ആ സമീപനത്തിന്റെ തീർച്ചയായിട്ടും മഹത്വം ഉണ്ട്. എനിക്ക് പൂജാമുറി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് പൂജാബിംബം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ലാതെ പുറത്തല്ല. പക്ഷെ എന്നാലും നമുക്കൊരു ആചാരം എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ ഇവിടെ സെക്കുലറിസത്തിന്റെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നത്. ഞാൻ സവധാനി സാഹിബ് വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പള്ളിയിൽ പോകുന്നു വേണ്ട, നമസ്കരിക്കുക, ഇവിടെ നമസ്കരിക്കുക. അതെ, അങ്ങനെ ജാതി മതമൊന്നും അതിനകത്തില്ല. അല്ലാതെ ഈ വീട്ടിൽ നിന്ന് അച്ഛനിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയോട് കാണിക്കേണ്ട മര്യാദകൾ പറഞ്ഞില്ലേ, അത് സമൂഹത്തോടും ബാധകമാണ്. ഒരു സമൂഹം വേറെ സമൂഹത്തോട് എതിരിടുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഒരു കാര്യമില്ല ഇത്. അതെ, മുമ്പൊരിക്കൽ താങ്കളുടെ സ്ഥാപനത്തിൽ സ്വാതി കലാകേന്ദ്രം അല്ലേ, അവിടെ ഞാൻ ഒരിക്കലും പാടാൻ വന്നല്ലോ, നവരാത്രി ദിവസം. ആ സമയത്ത് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമായിരുന്നു, അവിടെ ഈ 3 മതങ്ങളുടെയും പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച മണ്ണ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലേ? സൂക്ഷിച്ചിട്ടുണ്ട്, ശിലാസ്ഥാപനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതന്നെ, അതൊരു പ്രതീകമാണ്. അല്ലാതെ അതുകൊണ്ട് ഇപ്പം മണ്ണുകൊണ്ട് ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടല്ല, പക്ഷെ അതൊരു പ്രതീകമാണ്. സൗദി അറേബ്യയിലെ മണ്ണുണ്ട് അല്ലേ, മക്കയിലെ മണ്ണുണ്ട്. അതന്നെയാണ് എൻ്റെ വീട്ടിലുള്ളത്. അതെ, പിന്നെ ജെറുസലേമിലെ മണ്ണ്, മൂകാംബിയിലെ മണ്ണ്. അതെ, വേറെ രസിച്ചാലും മൂകാംബിയിൽ നിന്ന് ഒരാളെ അന്ന് കൊണ്ടുവരായിരുന്നു, ഞാൻ അവിടെ പോയി കൊണ്ടുവന്നതല്ല, അവർ വേറെ ആൾക്കാർ കൊണ്ടുവന്ന. അതുപോലെ മക്കയിലെ മണ്ണും ഒരാൾ കൊണ്ടുവന്നത്. അതെ അതെ, ജെറുസലേമിലെ മണ്ണും അതുപോലെ മാനന്തവാടിയിലൊരു ബിഷപ്പ് എനിക്ക് കൊണ്ടുതന്നു. വിദ്യാംബി കേളുനായർ അദ്ദേഹത്തിൻ്റെ ഈ സ്മരിപ്പിൻ ഭാരതീയരെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാട്ടുണ്ടല്ലോ, ദേശഭക്തി സ്വാതന്ത്ര്യ സമരഗാനായിട്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അത് ത്യജിപ്പിൻ ജാത്യഭിമാനം. അപ്പോൾ ഈ ജാതി എന്നുള്ളൊരു അഭിമാനം, ത്യജിപ്പിൻ ജാത്യഭിമാനം എന്നാണ്. അപ്പോൾ അതൊരു വലിയ, അത് നമ്മളെ ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടം, നമ്മളെ നവോത്ഥാനം എന്നെല്ലാം പറയുന്ന ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വലിയ തത്വ ഇതാണത്. താങ്കളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഗുരുനാഥിൽ നമുക്കൊരു തുള്ളി തേൻ കിട്ടുന്നുണ്ട്, ആ തേന് നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, ആ തേൻ അത് പകർന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം പറഞ്ഞില്ലേ, നമ്മൾ ഈ സെക്കുലർ ആയിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം, കുട്ടികളിലൂടെ സമൂഹത്തിലെത്തണം. നമ്മുടെ കലാജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സാർത്ഥകമാകുന്നൊരു നിമിഷം. വാക്യുണ്ട്, വേറെയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് നമ്മളെ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം കോൺഫിഡൻസ് ഇല്ലാണ്. അതെ, അവർ പിന്നോട്ട് പോകും. ഇതിന്റെ ഞാൻ തമാശ പറയാറുണ്ട്, മതിലുകൊണ്ട് അപ്പുറത്തേക്ക് വീഴുന്നില്ല, ബക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവരോട് പറയേണ്ടത് ഇതാണ്, നിങ്ങളും ഈ ലക്ഷങ്ങൾ ഇന്റർവ്യൂവിൽ വരുന്ന ലക്ഷത്തിൽ ഒരാളാണ്, ഇതിൽ ഒരെണ്ണം ഞാനാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞൂടാ?
ആ ഒരു ധൈര്യം ഇവർക്കില്ല. ഇല്ല ഇല്ല ഇല്ല. അതൊന്നും കൂടെ ചില നടക്കാത്തോണ്ടാ. പെരുവഴിയിൽ ചെരുപ്പില്ലാതെ നടക്കണം, പൊള്ളണം. ജീവിതത്തിന്റെ പൊള്ളലറിഞ്ഞു, ജീവിതത്തിന്റെ പൊള്ളല അറിയാതെ എല്ലാവരും എല്ലാം പിന്നാലെ നടന്ന് അത് പിന്നീടുള്ള ഒരു സാഹിത്യപരമായ ഒരു വികാസം അവിടെ തിരുവനന്തപുരത്ത് ഭാരതന്മാരായിട്ടുള്ള എഴുത്തുകാരും നാടക പ്രവർത്തകരും, പിന്നെ കാരണം വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ലഭിക്കാത്ത, ഇപ്പോൾ കാവാലത്തിനെ പോലത്തെ ഒരാളുടെ ശിഷ്യത്വം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ, നമുക്ക് അങ്ങനെ തന്നെ പറയാം അല്ലേ, ശിഷ്യൻ തന്നെ പറയാം. അത്രയും വലിയ ഗുരുനാണല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ താങ്കളെ കുറിച്ച് പഠിച്ച ഭാഗ്യം കൂടി ഞാൻ പറയാം. എനിക്ക് പ്രസാദ് സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും നല്ല 3 നിരൂപകന്മാരിൽ ഒരാളാണ് പ്രസാദ് സാർ. പിന്നെ നരേന്ദ്രപ്രസാദ്, രാജകൃഷ്ണൻ, KP അപ്പൻ, ഇവർ 3 പേരായിരുന്നു അന്നത്തെ എഴുത്തിൽ ഏറ്റവും ടോപ്പ്. പ്രസാദ് സാറാണ് ആദ്യമായിട്ട് എൻ്റെ കവിത കലാകൗമുദിക്ക് പരിചയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, അന്ന് M. ലീലാവതി ഈ വർഷം തികയുമ്പോൾ 10 കവിതകൾ തിരഞ്ഞെടുക്കും. ആ 10 കവിതകൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ അക്കൊല്ലത്തെ 10 കവിതകളിൽ ഒന്നായിട്ട് ശാന്തി തിരഞ്ഞെടുത്തു. പ്രസാദ് സാറ് അതുപോലെ ഈ അക്കൊല്ലത്ത് യൂണിവേഴ്സിറ്റികളെല്ലാം ഒന്നായിട്ടുള്ള കാലത്ത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കുകാരനാണ് ഇംഗ്ലീഷാണ്. അല്ല, അത്രയും പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. വളരെ ഡൗൺ ടു എർത്തായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാതൃഭൂമിയിൽ നമുക്ക് പിന്നെ NP കൃഷ്ണവാര്യർ സാറ് എൻ്റെ തീച്ചമണ്ടിയ കഥയാണ് പ്രസിദ്ധീകരിച്ചത്. മാതൃഭൂമിയിൽ യഥാർത്ഥത്തിൽ അങ്ങ് ചെയ്തിരുന്നത് പ്രൂഫ് റീഡിംഗ് അല്ലേ? അത് തന്നെ കുട്ടികൃഷ്ണമാരുടെ ജോലിയല്ലേ? കുട്ടികൃഷ്ണമാരാണ് ഞങ്ങൾക്ക് അഭിമാനമാണ്. അതും വലിയ അഭിമാനമാണ്. പിന്നെ വേറെ സംഭവം, കൃഷ്ണവാര്യർ സാർ എഡിറ്റ് ചെയ്ത എൻ്റെ കവിത അത് ഞാൻ തന്നെ പ്രൂഫ് വായിച്ചിട്ടുണ്ട്. തീച്ചാവണ്ടിക്ക് ഞാൻ തന്നെ പ്രൂഫ് വായിച്ചിട്ടുണ്ട്. പിന്നെ ബഷീർ, വാസുവേട്ടൻ, അതുപോലെ VKN, അന്തർജനം, OV വരെയുള്ള ആൾക്കാരുടെയൊക്കെ കഥകൾ, പിന്നെ നോവൽസൊക്കെ ഞാൻ തന്നെ പ്രൂഫ് വായിച്ചിട്ടുണ്ട്. ചൂടോടുവിട്ട് വായിച്ചിട്ടുണ്ട്. വൈലപ്പിള്ളിയുടെ എത്ര പ്രാവശ്യം, വൈലപ്പിള്ളിയൊക്കെ ഓരോ തിരുത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൃഷ്ണവാര്യർ സാർ അതിന് ചുവട്ടിൽ സൈൻ ചെയ്തിട്ട് ഇങ്ങനെ അയക്കും, അതുകൊണ്ട് കറക്റ്റ് ചെയ്തേക്കണം എന്ന് പറയും. അങ്ങനെ ഒരു 5 കാർഡുണ്ട് ഒരു കവിത പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും. അതായത് ഒരു വലിയ എഴുത്തുകാരനോട് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് ചോദിച്ചാൽ ഞാൻ ഗാന്ധിജിയെ തൊട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇവരെയൊക്കെ സ്പർശം നമുക്ക് കേൾക്കുന്നതാണ് അല്ലേ? മലയാളത്തിലെ ഏറ്റവും നല്ല കവിതകളിൽ ഒന്നാണ് വിജയൻ്റെ കടൽ തീരത്ത്. അത് ഞാൻ പ്രൂഫ് വായിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് ജയിലിൽ നിന്ന്. അതെ, വെള്ളായ്യപ്പൻ്റെ. അതെ, അന്നെല്ലാം ഈ അച്ചുകൂടം നിർത്തുന്നതാണ്. അത് നിരത്തുന്നവർക്ക് പോലും ഇത് എന്തെന്നാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. വെറുതെ പെറുക്കി വെക്കുന്നതല്ലേ ഉണ്ടാവുള്ളൂ. വീരന്മാരുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല, അക്ഷരം മനസ്സിലാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. വായിക്കുന്നത് ഒരു പിന്നെ ഫീൽ ഉണ്ടാവില്ല അവർക്ക്. അത് ഓരോ കഷ്ണം ഓരോ ആൾക്ക് ചെയ്യുന്നുണ്ട്. അതെ അതെ, പല ഘട്ടങ്ങളായിട്ടായിരിക്കുമല്ലോ. അപ്പൊ മാതൃഭൂമിയിലെ മനോഹരമായൊരു കാലമായിരുന്നത്, സംശയമൊന്നുമില്ലായിരുന്നു. എത്ര വർഷം അവിടെ? ഞാൻ ഏകദേശം 10 വർഷത്തിനടുത്ത്. അത് വീക്കിലിയിലുണ്ടായിരുന്നു, പത്രത്തിലുണ്ടായിരുന്നു. അല്ല, അത് പിന്നെ റിസൈൻ ചെയ്ത് പോരാണ് ഉണ്ടായത്? അല്ല, റിസൈൻ ചെയ്തിട്ടേ ഇല്ല. എന്നോട് വീരേന്ദ്രകുമാർ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെറുതെ ലീവ് ഇരുന്നോട്ടെ, റിട്ടയർ ആവുന്നവരെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതൊരു വലിയ പുണ്യം തന്നെ എനിക്ക്, ആ മാതൃഭൂമിയുടെ കുടുംബത്തിലുണ്ടാവുക എന്ന് പറയുന്നത്. അത് വലിയ സംഭവം. അങ്ങനെ മാതൃഭൂമി എന്നാണ് എൻ്റെ സിനിമയിലെ തുടക്കം. ആ ഒരു ദിവസം വൈകുന്നേരം ഗോവിന്ദുണ്ണിക്കാണ് ഫോൺ വരുന്നത്. അത് EC തോമസാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഫാസിൽ വിളിക്കും, പിന്നെ തിരുവനന്തപുരം പറയണം എന്ന് EC ആണ് വിളിക്കുന്നത്. അപ്പോൾ EC ആണ് ഫാസിലിനെ മുട്ടിച്ചത്. അതെ, അന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ ആലപ്പുഴ പോയി. അന്ന് ജെറി മാഷാണ് തുടങ്ങി. ഞാൻ പറഞ്ഞു, മാഷ് ശൈലി വേറെയാണ് ഫാസിലെ, എനിക്ക് പറ്റുമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അതെ, എന്നാൽ ട്യൂണിട്ട് എനിക്ക് ഞാൻ ശീലമില്ല. വേണ്ട, നിങ്ങൾ എഴുതി കൊടുക്കുക, നോക്കാം, വരണം, അങ്ങനെ നോക്കാം. അങ്ങനെയാണ് ദേവദന്തുഭി. അതുമല്ല, ദേവദന്തുഭി പുള്ളി ട്യൂൺ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്ദി പാട്ടിന് ട്യൂൺ ഇങ്ങനെ മൂളി സാറ്. അപ്പം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ വാക്കങ്ങ് വന്നു, ദേവദന്തുഭി സന്ദ്രലായി എന്ന്. അത് കണ്ടപ്പോഴേ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളിയുടെ ശൈലി ഇതെല്ലാം മാത്രമേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, പുള്ളി ഇപ്പോഴും പറയും, ആ ഒരു വാക്കുകളല്ലായിരുന്നെങ്കിൽ ആ പാട്ടുണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ, അങ്ങനെ ഒരു ഇതിൽ ആ പാട്ട് ട്യൂണിട്ട് എഴുതിയതല്ല, ട്യൂണിട്ട് എഴുതിയതാണ്. അപ്പോൾ വെറുതെ ഒരു ട്യൂൺ ഇട്ടു. അപ്പോൾ അതിന് ഞാൻ ഒരു പൂർത്തിയാവുന്നത് അങ്ങനെ. അതെ, പിന്നെ ആ പല്ലവി ഞാൻ തന്നെ പൂർത്തിയായി. എന്നോട് പറഞ്ഞു, അത് ഇനി പൂർത്തിയായിക്കോളൂ എന്ന്. എന്നിട്ട് അത് പുള്ളി അതിൻ്റെ ഫോളോ ചെയ്തു. അങ്ങനെ പൂവട്ടക, അത് ഞാൻ എഴുതി ചെയ്തതാണ്. പൂവട്ടകയിൽ ഞാൻ തന്നെയാണ് പാടിയത് ആദ്യം, വെറുതെ എൻ്റെ ഒരു സ്റ്റൈല്. പണിക്കർ സാറിൻ്റെ ഒരു താളമാണ് അതിൻ്റെ ബേസ്. ദീം തത്തക തത്തത്ത ദിന്ദി തത്തക തത്തത്ത എന്നുള്ള പാടില്ലേ, തിത്തൈ തിത്തൈ തതി തത്തൈ എന്നുള്ളൊരു സാധനമുണ്ട്. വാസ ബേസ് അതാണ്. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതാണ്. പൂവട്ടക തട്ടിച്ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി, അങ്ങനെ. അതെ അതെ, അല്ല അതൊക്കെ ഈ ഞാൻ നേരത്തെ നമ്മുടെ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ആ കൾച്ചറിൻ്റെ. പിന്നെ ഇതൊന്നുമില്ലാതെ നമ്മൾ കയറി അങ്ങ് താങ്ങിയിട്ടൊരു കാര്യമൊന്നുമില്ല. ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു പാട്ടിനെ പറ്റി പറയുമ്പം ഗിരീഷ് പുത്തഞ്ചേരിയെ പറ്റി പറഞ്ഞു. അപ്പം ഗിരീഷ് പുത്തഞ്ചേരിക്കും ഈ ഒരു കൾച്ചറുണ്ട്, ഈ ഫോക്കിൻ്റെ. പിന്നെ ഫസ്റ്റ് പടത്തിന് 3-4 വെറൈറ്റിയാണ് പാട്ടുകൾ, ആൾക്കാർ ശ്രദ്ധിക്കത്തെ കാണാം. അങ്ങനെയാണ് ശ്രീനിവാസനും സത്യനന്ദിയും. പക്ഷേ എന്താ പറയുക, ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ
ഒരു സാധാരണ ഒരു മെലഡി ആയിട്ടുള്ളൊരു പാട്ട് എഴുതുന്നതിനേക്കാൾ, കാരണം ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവുമല്ലോ, അതിന് ഒരു താളത്തിൻ്റെ ഉള്ളിൽ സ്പേസുകൾ ഉണ്ടാവും, നീട്ടാനും കുറുക്കാനൊക്കെ ഉള്ള സ്ഥലം. ഈ ഇതുപോലത്തെ പാട്ട് പൂവട്ട പോലത്തെ പാട്ടുകൾ വരുമ്പോൾ അതിന് സ്പേസ് ഇല്ലല്ലോ, പദങ്ങൾ കൊണ്ട് തന്നെ നിറച്ചിരിക്കണം, പദങ്ങൾ കൊണ്ട് നിറച്ചിരിക്കണമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പിന്നെ സ്റ്റൈലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോക്ക് സ്വാധീനം ഇല്ലാതെ പറ്റില്ല. വലിയ മലയാള ഭാഷയും സംസ്കൃതം അറിഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, അതിന് ഫോക്ക് തന്നെ വേണം, അല്ലെങ്കിൽ നടക്കില്ല അത്. താങ്കൾ ആ സിനിമയിലേക്ക് ആദ്യം വരുന്ന കണ്ണേട്ടൻ്റെ എന്ന സിനിമയിലല്ലേ അല്ലേ? ഒറ്റ സിനിമ പോലും അതിൽ മുമ്പേ ചെയ്തിട്ട് വരാതൊന്നും ആയിട്ടില്ല. അതിനു മുമ്പ് തരങ്ങൾക്ക് വേണ്ടി ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പിന്നെ റേഡിയോക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റൈൽ എനിക്കറിയില്ലല്ലോ, ചെയ്ത് അന്നൊക്കെ എഴുതി തുടങ്ങിയല്ലോ ജൂണിട്ട് എഴുതുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നം തോന്നിയില്ല. പിന്നെ ഇല്ല അതിൽ തന്നെ അത് ഈ പദസമ്പത്ത് കൊണ്ടാണ്, അത് റേഡിയോ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഞാൻ വായനയുടെ എന്ന് പറയാം. അതെ അല്ല, അത് വായനയിലൂടെ ആർജിച്ചതെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരണ്ടേ? അതെ. പിന്നെ പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അതെ. ഇപ്പൊ കണ്ണീർ പൂവ്. അതെ കണ്ണീർ പൂവ് എന്ന് പറഞ്ഞൊരു വാക്കില്ല. കണ്ണീർ പൂവില്ല, കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന് പറയുമ്പോഴേ അതെ വലിയ വളരെ ഫീലാണ് ഏറ്റവും പ്രധാനം. അതെ ആ സിറ്റുവേഷൻ എപ്പോഴും കിരീടം എന്ന് പറഞ്ഞ സിനിമയിൽ ആ സിറ്റുവേഷൻ നമ്മൾ ഇപ്പോഴും. വാസ്തുവിൽ മുരളി പറഞ്ഞ ആ സ്പേസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതാണ് അതിനകത്ത്. തകതകിട എന്നുള്ളത് നിറച്ചിട്ടില്ല ഞാൻ. അതെ, ജോൺസണും നിറച്ചിട്ടില്ല, ഞാനും നിറച്ചിട്ടില്ല, എഴുത്തുണ്ട്. ഇല്ല അപ്പൊ കണ്ണീർ പൂവ് സ്പേസ് ഉണ്ട്, തകതകിട 3-4 തകതകിട അല്ലേ? തകതകിടയാണ് അതിന്റെ താളം. നമ്മുടെ എന്നിട്ട് പോലും അത് നല്ല സോലാണ് 5/8 എന്ന് പറയുന്നത് അല്ലേ? അതാണ്. അപ്പൊ അതില് ആ താളത്തിന് ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്, അത് നിറച്ചില്ലെങ്കിൽ ശരിയാവില്ല, ബ്രൈറ്റ് ആയി പാടിയെടുക്കാനും വലിയ പാടാ. പക്ഷെ അത് കൃത്യമായിട്ട് അത് ജോൺസൺ മാഷ് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു മുൻപ് വെള്ളാരപ്പൂമല, അത് അതല്ലേ? പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചിറ്റി, അതൊക്കെ എഴുതിച്ചതാ. പിന്നെ ജോൺസന്റെ ആദ്യത്തെ പടം, ജോൺസൺ ഞാൻ എഴുതി, അത് സത്യന്റെ പടം. സത്യൻ പറഞ്ഞു ഇല്ല, തിരുമേനി എഴുതുമ്പോൾ എങ്ങനെ വേണ്ട ചെയ്തു തുടങ്ങുന്നു. ജോൺസൺ 2 പ്രശ്നമില്ല, രണ്ടാമത്തത് അങ്ങനെ ചെയ്ത്. ജോൺസനെ ആ ഭാഷയുടെ പ്രയോഗങ്ങളെ കുറിച്ചെല്ലാം അറിയാം. ജോൺസൺ എപ്പോഴും ഒന്നാമതാണ്. ഹുസൈൻസ് അബ്ദുള്ളയിലെ ഒരു മത്സരമായിട്ടുണ്ട്. അപ്പൊ അത് ദേവസഭാതല അത് അതിൽ താങ്കൾ അഭിനയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഭാഗവതരായിട്ട് അഭിനയിക്കുന്നത്. മറ്റേ അപ്പുറത്ത് മോഹൻലാലിന് വേണ്ടി പാടുന്നത് പിന്നെ യേശുദാസും, മറ്റേത് രവീന്ദ്രൻ. അപ്പോൾ അതിൽ ഈ ഷഡ്ജം ഋഷഭം ഗാന്ധാരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഇതായിട്ട് പോകുന്നുണ്ടല്ലോ. ആ പോകുന്നതിലൊക്കെ എന്താണ് നമ്മൾ സംഗീതത്തിൽ പഠിച്ചിട്ടുള്ള ഷഡ്ജം അല്ലെങ്കിൽ എന്താണ് ഋഷഭം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലേ? ഗാന്ധാരം അങ്ങനെ ഒരു പാട്ട് ആദ്യമായിട്ടാണ്. ആ പാട്ടിലെ ഒരു മത്സരമായിട്ടാണ് അത് ചിത്രീകരിച്ചത്. എൻഡിൽ പറയുന്നുണ്ട്, ശാന്തമായി പൊഴിയും സ്വരജല കണങ്ങൾ ഏകമായി ഒഴുകും ഗംഗാപ്രവാഹം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഉത്തരേന്ത്യനും വെസ്റ്റേണും മറ്റേതൊന്നും വേറെ ഇല്ല. കർണാടക സംഗീതം അവിടെയും ഈ ഒരു എന്താ പറയുക സമന്വയത്തിന്റെ ഒരു സമന്വയമാണ്. മനുഷ്യൻ ഏകമായി ഒഴുകും ഗംഗാപ്രവാഹം. കവിയും ഗാനരചയിതാവുമായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമായി ഗായകൻ ശ്രീ വി.ടി. മുരളി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 2ാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്. കയ്യൊപ്പ്.